ആഞ്ജനേയന് ഹനുമാൻ എന്ന നാമം ലഭിച്ച കഥയെ ആസ്പദമാക്കിയ ഒരു കുമ്മി. അഞ്ജനപുത്രനാമാഞ്ജനയൻ തൻ ഗൃഹമതിൽ കളിയാടും നേരം മാനത്തുദിച്ചു നിന്ന സൂര്യനെയും കണ്ടിതാ പുഞ്ചിരിച്ചു മോദത്തോടെ തദൈതേ കണ്ടിതാ പുഞ്ചിരിച്ചു മോദത്തോടെ തദൈതേ ചോണനാം സൂര്യനെ കണ്ട പാടേ പഴമെന്നു കരുതി അങ്ങുയർന്നു പൊങ്ങി കൊതിയോടെ പൂജിക്കുവാൻ തോന്നിഞ്ഞപ്പോഴേ ഭയമോടെ അർക്കനും വിളിച്ചിതപ്പോൾ തദൈതേ ഭയമോടെ അർക്കനും വിളിച്ചിതപ്പോൾ തദൈതേ രവി തന്റെ വിളിയങ്ങോ കേട്ട പാടേ ഇന്ദ്രദേവനും താനു വന്ന നേരം ബാലനെ തടഞ്ഞങ്ങോ പലവിധമേ സർവവും നിഷ്പ്രഭമായി പോയിതപ്പോൾ തദൈതേ സർവവും നിഷ്പ്രഭമായി പോയിതപ്പോൾ തദൈതേ കോപിതനായുടനെ ഇന്ദ്രദേവൻ വജ്രായുധമെടുത്ത് വീശിയപ്പോൾ ഹനുതന്നിൽ പ്രഹരമതേറ്റ നേരം വാനരബാലനുടൻ നീലം പതിച്ച് തദൈതേ വാനരബാലനുടൻ നീലം പതിച്ച് തദൈതേ തൻ പുത്രൻ ഗതിയതു കണ്ട നേരം കോപിതനായി വായുദേവനപ്പോൾ പുത്രനെയും കൊണ്ടങ്ങ് പോയ നേരം സർവപ്രപഞ്ചമങ്ങ് നിശ്ചലമായി തദൈതേ സർവപ്രപഞ്ചമങ്ങ് നിശ്ചലമായി തദൈതേ വായുദേവന്റെ കോപം തീർത്തിടുവാൻ സർവദേവഗണവും അണഞ്ഞ നേരം വാസവൻ മാപ്പു പറഞ്ഞോടനെ തന്നെ വായുദേവന്റെ കോപം ശമിച്ചിതപ്പോൾ തദൈതേ വായുദേവന്റെ കോപം ശമിച്ചിതപ്പോൾ തദൈതേ ക്ഷീണമകന്നുണർന്ന ബാലൻ തന്നെ ഹനുവതിൽ പ്രഹരമേതേറ്റതാലേ മാരുതനയനാമാഞ്ജനേയൻ ഹനുമാൻ എന്ന പേരാലെ അറിഞ്ഞു പിന്നെ തദൈതേ ഹനുമാൻ എന്ന പേരാലെ അറിഞ്ഞു പിന്നെ തദൈതേ ഹനുമാൻ എന്ന പേരാലെ അറിഞ്ഞു പിന്നെ. അടുത്തത് സംഗമേശമംഗളം. രാമായണം തന്നിലെ മാണിക്യമേ കൂടൽ മാണിക്യം പാടും സംഗമേശനേ താമരമാലയണിഞ്ഞൊരു ദേവനേ ഭവമംഗളം ശ്രീ മഹാവിഷ്ണു തന്റെ പാഞ്ചജന്യമേ ദശരഥ നന്ദനനെ രാമസോദരനേ പാദുക പൂജകൾ ചെയ്തൊരു ഭരതനേ ഭവമംഗളം മംഗളം ശുഭമംഗളം കൂടൽ മാണിക്യമംഗളം മംഗളം ശുഭമംഗളം കൂടൽ മാണിക്യമംഗളം കൂടൽ മാണിക്യമംഗളം ശ്രീ കൂടൽ